Hi, welcome to our channel Minu's Tiny Craft. ഇന്ന് നമ്മൾ ഇതുപോലൊരു ചെറിയ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മാസ്കിൻ ടേപ്പാണ് എടുത്തേക്കുന്നത്. മാസ്കിൻ ടേപ്പ് വെച്ച് ഈ സൈഡൊക്കെ ഒന്ന് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ സൈഡിലെ കാർഡ്ബോർഡിൻ്റെ വൃത്തികേടൊക്കെ കാണാതെ ഒന്ന് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ 4 സൈഡിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫ്രെയിം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഫുള്ള് നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഫുള്ളും ബ്ലാക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് വേണ്ടി ഗ്രീൻ കളറാണ്. ഇത് വെച്ച് നമ്മളൊരു പടം വരയ്ക്കുകയാണ്. ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റിയൊരു പിക്ചറിനേ ഉള്ളൂ. അത് നമ്മളൊന്ന് വരച്ചെടുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ചെറിയ ശിഖരങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മജന്ത കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും വൈറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് കിട്ടും. നമ്മൾ കുറച്ച് മജന്ത കളർ ഡയറക്റ്റും എടുത്തിട്ടുണ്ട്, കുറച്ച് വൈറ്റും ഡയറക്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഒന്ന് വരച്ചെടുക്കാം. നമ്മളിതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ അവധിക്കൊക്കെ ചുമ്മാ ഒന്ന് ചെയ്യാൻ പറ്റിയ ക്രാഫ്റ്റുകളാണ് ഈ ചെയ്യുന്നതൊക്കെ. ഇതൊക്കെ ഇനി നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് വേണ്ടിയെടുത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഈസി അല്ലേ. ഇനി നമുക്ക് കുറച്ച് ലീവ്സ് വരച്ചു കൊടുക്കാം. അത് നമ്മൾ ബ്രഷ് വെച്ചൊന്ന് ചുമ്മാ ഒന്ന് ഒടിച്ചു വിടുക. ഇനി ഇടയ്ക്കൊക്കെ നമുക്ക് ലീഫ് വേണ്ടിയിടമൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഇടയിലും കൂടെ ഞാൻ അടിവശത്തും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്രീന്. അപ്പം നമ്മുടെ ക്രാഫ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ മാസ്കിൻ്റെ ഒരു ചരടാണ് ഞാൻ എടുക്കുന്നത്. അതൊന്ന് നമുക്ക് നമ്മുടെ ഹാങ് ആയിട്ടൊന്ന് നമുക്ക് പുറയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. മാസ്കിൻ ടേപ്പൊക്കെ വെച്ചൊന്ന് കുറച്ചും കൂടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്രാഫ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ക്രാഫ്റ്റാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് അപ്പം തന്നെ കിട്ടുമേ. അപ്പം ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.